ഡിയേഴ്സ്, ഞാനിന്ന് പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണൊന്ന് പറയാൻ പോകുന്നത്. പ്രോജക്റ്റ്, ഡിസർട്ടേഷൻ, ജേർണൽ റിപ്പോർട്ട്, അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഈ കോഴ്സ് ഒരു സബ്ജക്റ്റിന് അറിയപ്പെടുന്നുണ്ട്. അത് ഓരോ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ എല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റും ചെയ്യുന്ന രീതികളും മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ കാര്യത്തിലോട്ട് വരാം. നമുക്ക് റീജിയണൽ സെൻറ്റർ അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്റർ നമുക്ക് കുറച്ച് ഗൈഡുമാരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. അതിലൊരാളെ നമ്മൾ ഗൈഡായിട്ട് സെലക്ട് ചെയ്യുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ തരുമോ, നിങ്ങൾക്ക് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരെ പോയി കണ്ട് സൈൻ മേടിക്കാൻ പറ്റുന്ന ദൂരത്തിലാണോ അവർ താമസിക്കുന്നത്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണോ അവരുടെ കയ്യിലുള്ളത്, ആ ഫീസിൽ എന്തൊക്കെ അവിടെ നിന്ന് തരുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് സമയത്ത് നമുക്കിതിൽ ബാർഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലത്താണ് അവർ വീടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് MBA ആണെങ്കിൽ MBA റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളും, സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളും, ഇപ്പോൾ DNHE ആണെങ്കിൽ അവർക്ക് അവരുടേതായ ടോപ്പിക്കുകളും അങ്ങനെയാണ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിയൊക്കെ വേണം നമ്മൾ ടോപ്പിക്ക് എടുക്കാൻ. അതൊക്കെ നമ്മൾ ഗൈഡിൻ്റെ അണ്ടറിലാവുമ്പോൾ ഗൈഡ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ചുമതല അവർക്കുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് തരും. പിന്നെ നമ്മളുടെ കയ്യിൽ സിസ്റ്റം ഇല്ല, നമുക്കിത് തീരെ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളെപ്പോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട്. അവരെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം ഇത്രയൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇപ്പം ജൂൺ തൊട്ട് ഒരു ഡിസംബർ തൊട്ട് നെക്സ്റ്റ് ഒരു ജൂൺ വരെയൊക്കെയാണ് ഇതിലൊരു ടൈം വരുന്നത്. അപ്പം ഇതിനുള്ളിൽ വേണം നമ്മൾ ഗൈഡിനെ എടുക്കാനും വർക്ക് ചെയ്യാനും തീർക്കാനും ഒക്കെ. അപ്പം ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർ വീട്ടിൽ പോകുന്നു, അവരുടെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കുന്നു, സീൽ മേടിക്കുന്നു, ഒരു കോപ്പി നമ്മുടെ കയ്യിൽ വെക്കുന്നു, ഒരു കോപ്പി നമ്മൾ RCയിൽ വെക്കുന്നു. RCയിൽ വെക്കുന്നതിലായിരിക്കും നമ്മുടെ ഒറിജിനൽ ഒപ്പിട്ട ടീച്ചേഴ്സിൻ്റെ സൈനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ കയ്യിലിരിക്കുന്ന കോപ്പിയിൽ അവരുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വൈവ ഉണ്ടായിരിക്കും. ഇപ്പോൾ JDTയിലും ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ JDTയിലാണെങ്കിൽ ഓൺലൈനിലായിരിക്കും വൈവ, RC കൊച്ചിയിലും, പക്ഷേ ട്രിവാൻഡ്രത്ത് ഓഫ്ലൈനിലാണ് വൈവ നടക്കുന്നത്. അപ്പോൾ ഇത് ഓരോ RCനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ എക്സാമിന് ഫീസ് അടയ്ക്കണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അഥവാ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾ വെക്കുവാണ്, പക്ഷെ നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ കൊണ്ടുപോയി സബ്മിഷൻ ചെയ്തതിന് ശേഷം ഇനി വരുന്ന ജൂണിൽ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്താൽ മതിയാവും. അതായത് നിങ്ങൾക്ക് ഉള്ളത് ഏതാ, ഡെസിറ്റേഷൻ, പ്രൊജക്റ്റ് ആണെങ്കിൽ പ്രൊജക്റ്റ്, ജേർണൽ റിപ്പോർട്ടറാണെങ്കിൽ ജേർണൽ റിപ്പോർട്ടിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ പ്രാക്ടിക്കലി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഈ സാധനം PDF കോപ്പി എടുത്ത് നമ്മളിത് ബൈൻഡ് ചെയ്ത് കൊണ്ടുചെല്ലണം. അപ്പോൾ എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ബൈൻഡിങ് ആണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ വളരെ നല്ല രീതിയിലിരിക്കും. അപ്പോൾ ഇത് കൊണ്ട് നമ്മൾ സബ്മിഷൻ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഫീസ് അടച്ച ഒരു ടൈം നോക്കി നമ്മളെ വിളിക്കും, മെയിൽ അയക്കുകയാണ് ചെയ്യുക. മെയിൽ വരും, നിങ്ങൾക്കപ്പോൾ ആ മെയിൽ ചെക്ക് ചെയ്ത് എന്നാണോ നിങ്ങളെ വിളിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുക. എത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഞാനൊരു മോഡൽ ഈ അധികം വൈകാണ്ട് തന്നെ ഞാൻ ഈ ഗ്രൂപ്പിലിടാം. ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ചെയ്യേണ്ട രീതിയല്ല, ഒരു ചെയ്ത വർക്കിൻ്റെ ഒരു മോഡലാണ്. അതിൽ മുഴുവനായിട്ട് കാണാൻ പറ്റില്ല, കാരണം ഒരു കുട്ടിക്ക് ചെയ്തു കൊടുത്ത വർക്ക് നമുക്ക് അങ്ങനെ ഒരു പബ്ലിക്കലി ഇടാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ അത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ പാർട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും ഓരോ സബ്ജക്റ്റുകളും മാറി ഓരോ കോഴ്സിനനുസരിച്ചും ഇത് ചെയ്യേണ്ട രീതികളും മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.